NSSന് നേരിട്ട് മറുപടി നൽകാതെ സർക്കാരിനെ കുറ്റപ്പെടുത്തി വിമർശനങ്ങളെ നേരിടുകയാണ് കോൺഗ്രസ്. പിണറായി വിജയൻ കപടഭക്തനാണെന്ന VD സതീഷിന്റെ വിമർശനത്തിന്റെ മുനയും NSSനുള്ള മറുപടിയാണ്. ശബരിമലയുമായി ബന്ധപ്പെട്ട സർക്കാരിനോടെന്ന നിലയിൽ കോൺഗ്രസ് ഉയർത്തുന്ന ചോദ്യങ്ങളും NSSന് കൂടിയുള്ളതാണ്. NSS സമദൂരം വിട്ട് സർക്കാരിലേക്ക് ചാഞ്ഞതിലെ അമ്പരപ്പ് കോൺഗ്രസിനുണ്ട്. ഇത് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേര് പറഞ്ഞായതിനാൽ ശബരിമല മുൻനിർത്തി തന്നെയാണ് കോൺഗ്രസ് പ്രതിരോധവും. ശബരിമലയിൽ സർക്കാർ എന്തു ചെയ്തുവെന്ന് വിശ്വാസികൾക്കറിയാമെന്ന VD സതീശന്റെ മറുപടിയിൽ ഇതെല്ലാം അടങ്ങുന്നു. ആചാര ലംഘനം നടത്തി ലോകം കീഴ്മേൽ മറിഞ്ഞാലും ഇതിലൊരു മാറ്റം ഉണ്ടാവില്ല, ഒരു നിലപാടുണ്ടാവില്ല എന്ന് പറഞ്ഞു ഇല്ലേ പിണറായി വിജയൻ. എന്നിട്ട് നവോത്ഥാന സംരക്ഷണ സമിതി ഉണ്ടാക്കി. ആചാര ലംഘനം നടത്തുന്നത് നവോത്ഥാനമാണ് എന്ന് പറഞ്ഞു. ഇതൊക്കെ കേരളം കണ്ടതല്ലേ. സത്യവാങ്മൂലം തിരുത്തുന്നത് മുതൽ കേസുകൾ പിൻവലിക്കുന്നതിലെ അമാന്തം വരെയുള്ള ചോദ്യങ്ങളും സർക്കാരിനോട് മാത്രമല്ല നിലപാട് മാറ്റിയ NSSനോട് കൂടിയുള്ളതാണ്. ആ അഫിഡവിറ്റ് തിരുത്തുന്നതിന് വേണ്ടിയുള്ള നടപടിയെടുക്കുകയും കേസുകൾ വിഡ്രോ ചെയ്യുന്നതിന് വേണ്ടി തീരുമാനമുണ്ടാവുകയും ചെയ്യുക എന്നുള്ളത് കോമണായ മുഴുവൻ ആളുകളുടെ അഭിപ്രായമാണ്. മന്നം ജയന്തി ദിനത്തിലാണ് ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിച്ചതെന്ന K. മുരളീധരന്റെ ഓർമ്മപ്പെടുത്തലും NSSനോടുള്ളതാണ്. 2019 ജനുവരി മാസം 2-ാം തീയതി മന്നം ജയന്തി ദിവസമാണ് 2 യുവതികളെ പുരുഷവേഷം കെട്ടിച്ച് സന്നിധാനത്തിൽ എത്തിച്ചു. ആ വിവരം മുഖ്യമന്ത്രി തന്നെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു. സുപ്രീം കോടതി വിധി ഞങ്ങൾ നടപ്പാക്കി. മറുപടി പറയുമ്പോഴും NSSനെ പിണക്കരുതെന്ന കരുതൽ കോൺഗ്രസ് നിലപാടിലുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം.